അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാഹ്, മഹാനായ താബിഈ അബ്ദത്ത് ഇബ്നു അബീ ലുബാബ റഹിമഹുല്ലാഹ്, അബുൽ ഖാസിം അബ്ദത്ത് ഇബ്നു അബീ ലുബാബ അൽ കൂഫി റഹിമഹുല്ലാഹ്, അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 127 അദ്ദേഹം പറയാണ്, അഖ്റബുൻ നാസി ഇലർ റിയാ ആമനുഹും മിൻഹു. അഖ്റബുൻ നാസി ഇലർ റിയാഇ, റിയാഇനോട് ഏറ്റവും അടുത്ത ആളുകൾ, ജനങ്ങളുടെ കൂട്ടത്തിൽ ലോകമാന്യതയോട് ഏറ്റവും അടുത്തവർ, ആമനുഹും മിൻഹു, ആ റിയാഇനെ തൊട്ട് ഏറ്റവും നിർഭയരായ ആളുകൾ ആരാണോ അവരാണ് റിയാഇനോട് ഏറ്റവും അടുത്തവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോകമാന്യത ജീവിതത്തിൽ സംഭവിക്കുകയില്ല, എനിക്ക് ലോകമാന്യതയൊന്നും വരില്ല എന്ന് നിർഭയരായി ആര് നിലകൊള്ളുന്നുവോ അവരായിരിക്കും റിയാഇനോട് ഏറ്റവും അടുത്തവർ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നാണ് അബ്ദത്ത് ഇബ്നു അബീ ലുബാബ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ ഒരു രോഗമാണ് റിയാ, ലോകമാന്യത എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ജാഗ്രത പാലിക്കണം. കാരണം അത് പല രൂപത്തിൽ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പല രൂപത്തിൽ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് വരാം, ആ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വരാം, അതിനുശേഷമൊക്കെ അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങേറ്റം സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, ജാഗ്രത കൈക്കൊള്ളേണ്ട ഒന്നാണ് റിയാ. എൻ്റെ നിയ്യത്തിൽ, എൻ്റെ ഇഖ്ലാസിനെ ബാധിക്കുന്ന ഈ രോഗം കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിരന്തരം പരിശോധിക്കണം. അതിനെ തൊട്ട് ആര് നിർഭയരാകുന്നുവോ ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് നിർഭയരാകുന്ന ആളുകൾ ആരാണ്, എനിക്ക് റിയാ വരൂല, ഞാനതിനെ പേടിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ നിലകൊള്ളുന്നവരാരാണോ അവരിലേക്കാണ് റിയാ കൂടുതൽ കടന്നു വരാനുള്ള സാധ്യത എന്നാണ് മഹാനായ താബിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും സുപരിചിതമായ പ്രസിദ്ധമായ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ചെറിയ ശിർക്കാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമശ്ശിർക്കുൽ അസ്ഗർ, ഏതാണ് ചെറിയ ശിർക്ക് അള്ളാഹുവിൻ്റെ റസൂലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അർറിയാ, ലോകമാന്യതയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉമ്മത്തിന് ഭയപ്പെട്ട ഒരു മാരകമായ തിന്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അങ്ങേയറ്റം സൂക്ഷിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അതുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പല രൂപത്തിലുണ്ട്. സലഫുകൾ പറഞ്ഞത് കാണാം, അത് പല രൂപത്തിൽ അത് നമ്മളെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ നീയത്തിനെ നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഇഖ്ലാസു നീയത്തിനെ ബാധിക്കുന്ന വല്ല അസുഖവും നമ്മളിൽ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. ഒരിക്കലും നമ്മളതിൽ നിർഭയരാകരുത്. നിർഭയരാകുന്നവരാണ് അതിലേക്ക് ഏറ്റവും ചെന്ന് ചാടാൻ സാധ്യതയുള്ളവർ എന്നാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.